പ്രതിപക്ഷ നേതാവിനെ CPIM നാളെ തീരുമാനിക്കുമെന്ന് സജി ചെറിയാൻ. അലംഭാവവും അമിത ആത്മവിശ്വാസവുമാണ് തിരിച്ചടിയായത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല. പരാജയ കാരണം ആഴത്തിൽ പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഒരാശങ്കം വേണ്ട. അത് നാളെ ഞങ്ങൾ തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സംശയം വേണ്ട. ഞങ്ങൾ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കും. പ്രതിപക്ഷം കേരളത്തിലുണ്ട്, പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, എന്തായാലും ഈ ഇടതുപക്ഷത്ത് നിന്നും മന്ത്രിമാരായവരിൽ ജയിച്ചു കയറിയ വിരളം ചില ആളുകളിൽ ഒരാളാണ് സജി ചെറിയാൻ. സജി ചെറിയാൻ ഇപ്പോൾ പറയുന്നു പ്രതിപക്ഷ നേതാവിനെ ഉടൻ തന്നെ തീരുമാനിക്കും എന്നുള്ളത്. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ ഏത് രീതിയിൽ ആണെന്നാണ് സജി ചെറിയാൻ പറയുന്നത്? അതുപോലെ തന്നെ ഈ തോൽവി ഏത് രീതിയിൽ പഠിക്കും എന്നുകൂടി പറയുന്നു. സ്വാതി, ഏതായാലും ഈ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ CPM-നേറ്റത് കനത്ത പരാജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും G. സുധാകരന്റെ ചരിത്ര വിജയത്തോടു കൂടി തന്നെ ആ ഒരു പരാജയത്തിന്റെ ആക്കം കൂടിയിട്ടുമുണ്ട്. അപ്പോൾ പക്ഷേ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന 2 മന്ത്രിമാർ, അതിൽ ചേർത്തലയിൽ നിന്ന് B. പ്രസാദും ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാനും ജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് സജി ചെറിയാൻ ജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് തോൽവിയിൽ ആരെയും പഴിക്കുന്നില്ല. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള തോൽവി ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രശ്നം എന്താണെന്ന് കൂട്ടായി ചിന്തിച്ച് ഒരു ധാരണയിൽ എത്തുകയാണ് വേണ്ടത്. ആരുടെയെങ്കിലും തലയിലേക്ക് തോൽവിയുടെ ഭാരം ചാർത്തി വെക്കാനല്ല നോക്കേണ്ടത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നാളെ സെക്രട്ടേറിയറ്റ് കൂടി ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും എന്ന് തന്നെയാണ് സജി ചെറിയാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സജി ചെറിയാന്റെ പേരും KN ബാലഗോപാലിന്റെ പേരും പിണറായി വിജയന്റെ ഒക്കെ പേരുകൾ ഈ പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നൊരു സ്ഥാനത്തേക്ക് പല രീതിയിൽ ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സജി ചെറിയാന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് CPIM എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കുവാൻ UDF-ന് സാധിച്ചു. അത് വിജയം കണ്ടുവെന്നാണ് തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ പണത്തിന്റെയും വർഗീയ പ്രചരണത്തിന്റെയും ഒരു ഒഴുക്ക് സംസ്ഥാന വ്യാപകമായി നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ കനത്ത ഒരു പരാജയം LDF-നും CPM-നും ഉണ്ടായത്. മയിൽക്കുറ്റിക്ക് പോലും പണം കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ചെങ്ങന്നൂരിൽ ഉണ്ടായത്. ഏതായാലും ഇത്തരത്തിൽ സർക്കാരിന്റെ വികസനങ്ങളൊന്നും ഈ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രചരണങ്ങൾ പോലെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുവാൻ സാധിച്ചില്ല. അതിനിടയിൽ തന്നെ പാർട്ടി അണികൾക്കിടയിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അലംഭാവം ഉണ്ടായി. ഈ വികസന പ്രവർത്തനങ്ങളും മറ്റും പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ അലക്ഷ്യമായാണ് പലരും പെരുമാറിയത്. നമുക്കറിയാവുന്നതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സജി ചെറിയാൻ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനത്തിൽ പോലും വലിയ രീതിയിലുള്ള അസംതൃപ്തി പ്രകടമാക്കിയ കാര്യങ്ങളെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഈ വോട്ടെണ്ണലിന് ശേഷം സജി ചെറിയാന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിന് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിരുന്നത് വേണ്ട രീതിയിൽ CPM-ന്റെയോ LDF-ന്റെയോ പ്രവർത്തകർ ശക്തമായൊരു പ്രവർത്തനം നടത്തിയതായി തനിക്ക് തോന്നുന്നില്ല. വലിയ രീതിയിലുള്ള അലംഭാവം ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. അതിന് സമാനമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ആക്കം കൂടുമ്പോഴും മന്ത്രിസഭയിൽ ശരി അമൽ, എന്തായാലും സജി ചെറിയാന്റെ ഈ സമയത്തെ നിലപാടുകൾ പ്രതികരണമൊക്കെയാണ് കേട്ടത്.